പിതാവിൻ നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തെ കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ കർത്താവെ എന്നെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറയ്ക്കണം കർത്താവ്. വചനത്തിന്റെ ആ പരിജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവ്. യേശുവിന്റെ നാമത്തെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അമ്മേ, ഇന്ന് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി ആക്ടേഴ്സ് അപ്പോസ്തലത്ത് ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ കർത്താവെ ഇത് ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് കർത്താവ് സ്തോത്രം ചെയ്തു. 28 ദിവസമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവ് കണ്ടിന്യൂസ് എടുക്കാനുള്ള കൃപ തരുന്നതിനെ ഓർത്ത് പരിശുദ്ധാത്മാവ് നന്ദി പറയുന്നു. ഇതിനിടയ്ക്ക് എന്ന് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യേശുവിന്റെ തിരക്കൊഴിച്ചത് ക്യാൻസൽ ചെയ്ത് തകർത്തി ആഗ്രഹിക്കും. യേശുവിന്റെ നാമത്തെ എന്നതിന്റെ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തെ പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുകരിക്കട്ടെ. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് നമ്മൾ ബൈബിൾ സ്റ്റഡിയാണ്. ജസ്റ്റ് ഇൻട്രോഡക്ഷൻ മാത്രം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എടുക്കുന്ന ഇന്ന് പറയുന്നത് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തിക്ക് പറയുമ്പോൾ അപ്പം നമുക്കറിയാം ബൈബിളിലെ 5ാമത്തെ ബുക്കാണ് അപ്പോസ്തല പ്രവൃത്തി. 1 മത്തായി, മാർക്കോസ്, ലൂക്കോ, യോഹന്നാൻ സുവിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 5ാമത്തെ ബുക്കായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ബൈബിളിൽ. അപ്പം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കും പഠിക്കാൻ പറ്റും, മറ്റുള്ളവർക്കും കർത്താവിൻ്റെ വചനം നമുക്ക് മറ്റുള്ളവരും കർത്താവിൽ വളരാൻ ഇടവരും. പ്രൈസല്ലോ. അനേകം ആൾക്കാർ വചനത്തിൻ്റെ പരിജ്ഞാനക്കുറവ് കാരണം ഈ ലോകത്തിൽ നിന്ന് നശിച്ച് മാറ്റപ്പെടുന്നു. പ്രൈസല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട അവരാളും രക്ഷയ്ക്ക് സ്ഥാനപ്പെട്ടിട്ടില്ല. ഞാൻ മാത്രം രക്ഷയിലേക്ക് വന്നിട്ടുള്ളൂ. പ്രൈസല്ലോ. അവരോട് എല്ലാവരും രക്ഷയുടെ വചനം പറയും. പ്രൈസല്ലോ. രക്ഷയ്ക്ക് സ്ഥാനപ്പെട്ട് ബിംബാരാധനയ്ക്ക് വിട്ടു മാറിയാൽ നിശ്ചയമായിട്ട് അവർ നിത്യജീവൻ അവകാശിയാകും. അല്ലെന്നുണ്ടെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകും. പ്രൈസല്ലോ. നല്ല മരണത്തിനോ ഒരു നമ്മുടെ സഹോദരങ്ങളാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പ്രൈസല്ലോ. മരിച്ചു കഴിഞ്ഞാൽ നിത്യനരകത്തിൽ തന്നെ. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ട് മുടി സ്നാനമെടുത്ത് ബിംബാരാധന എല്ലാം വിട്ടുമാറി ആത്മാവിനും സത്യത്തിലും കർത്താവിനെ ആരാധിക്കാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം ഉത്സാഹിപ്പിക്കുന്നു. എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് ജോളിലാസ്. പാസ്റ്ററിനെ വിളിക്കുന്നത് ഇവാഞ്ചലിസ്റ്റിനെ വിളിച്ചാണ്. ഞാൻ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. പ്രൈസല്ലോ. ഞാൻ ഇതിൽ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഉയർത്തെഴുതി കഴിഞ്ഞ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഡയറക്ഷൻസ് കൊടുക്കുകയാണ്. എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വീണ്ടും സ്വന്തം ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടുവാനായിട്ട് പ്രൈസ് ലോർഡ് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഒറിജിനൽ അപ്പോസ്റ്റൽസ് അതിന്റെ ഒറിജിനൽ എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി പ്രൈസ് ലോർഡ് എഴുതിയത് ലൂക്ക എന്ന സുവിശേഷന അപ്പോസ്തല പ്രവൃത്തി എഴുതിയായിട്ട് ചരിത്രങ്ങൾ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ലൂക്ക 2 പുസ്തകങ്ങളിൽ ഒന്നാണ് അപ്പോസ്തല പ്രവൃത്തി. ലൂക്കോസിന് സുവിശേഷമുണ്ട്, പിന്നെ അപ്പോസ്തല പ്രവൃത്തിയുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പൊ ഇത് എഴുതിയ സമയം എന്ന് വെച്ചാൽ AD 70-നും 90-നും ഇടയ്ക്കാണ്. ചിലത് പറയുന്നു 60-ന് ഇടയ്ക്കായിട്ട്, 60-നും 70-നൊക്കെ ഇടയ്ക്കാണ്. ചില നമുക്ക് ബൈബിൾ സ്റ്റഡികളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് ലോർഡ് 70-നും 90-നും ഇടയ്ക്ക് ഉള്ളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇനിയും സഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി നമ്മൾ ലൂക്ക എഴുതിയ സുവിശേഷം ഈ അപ്പോസ്തല പ്രവൃത്തി പ്രൈസ് ലോർഡ് അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ രക്ഷയെക്കുറിച്ചും അതുവഴിയായിട്ട് കർത്താവിന്റെ ഉയർപ്പിന് ശേഷം കർത്താവിന്റെ ഉയർത്തിനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരുടെ പിന്നെയും കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കർത്താവ് അവരെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ യെരൂശലേം വിട്ട് വാങ്ങി പോകരുത്. നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് സാക്ഷികളാകണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് തുടർമായിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓൺലൈൻ വാച്ച് എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് പറയുന്നത് കഴിഞ്ഞാൽ ലൂക്കയാണ് നമുക്കറിയാം ചരിത്രം അനുസരിച്ച് അപ്പോസ്തലന്മാരെ പ്രവൃത്തി എഴുതിയത്. അപ്പം ശിഷ്യന്മാർക്ക് മൊത്തം കർത്താവിന്റെ മരണത്തിന് ശേഷം എല്ലാവർക്കും
എല്ലാവരും വളരെ പേടിച്ചിരുന്ന അവസരത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നുള്ള കാര്യം യേശു പ്രത്യക്ഷപ്പെട്ട് അവരോട് ഡയറക്ഷൻ കൊടുക്കുന്നത്. ചെയ്തല്ലോ അല്ലരിയും. അപ്പം ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി നിങ്ങൾ ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ദൈവം പ്രാപ്തരാകും. മിനിസ്ട്രി ഉള്ള ആൾക്കാർ ഹയർ ലെവലിലേക്ക് നിങ്ങൾ കരയറ്റപ്പെടും. പരിശുദ്ധാത്മാവിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അടുത്തൊരു ഷിഫ്റ്റ് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പുതിയ റെവലേഷൻസ് നിങ്ങൾക്ക് തരും, പുതിയ ധൈര്യം നിങ്ങൾക്ക് തരും, കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എല്ലാ സ്ഥലങ്ങളും പ്രഘോഷിക്കാനായിട്ട് മുമ്പൊന്നും ഇല്ലാത്തത്ര രീതിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാറ്റപ്പെടും. കാരണം ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണ്ടായ അതേ ശക്തി ഈ വചനം പഠിക്കുമ്പോൾ നിങ്ങളിലേക്കും തരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിലേക്കും നിങ്ങളിലേക്കും. അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് മെയിനായിട്ട് തീം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെച്ചാല് അപ്പോസ്തല പ്രവൃത്തിയുടെ മെയിനായിട്ട് തീം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഗിവൺ ടു ദ ഹ്യൂമൻ ബീയിങ്. അതാണ് മനുഷ്യർക്ക് നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി മനുഷ്യർക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് രണ്ടാമത്തെ തീം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് ഓൺ ഗോയിങ് മിഷൻ ടു ഇസ്രായേൽ ആൻഡ് ദ നേഷൻസ് ആഫ്റ്റർ ദ ഡിപ്പാച്ചർ. യേശുവിന്റെ വിടവാങ്ങലിന് ശേഷം ഇസ്രായേലിലേക്കും ജനതകളിലേക്കും തുടരുന്ന ദൗത്യം, കർത്താവിന്റെ ആ ദൗത്യം, കർത്താവ് വെച്ചിരിക്കുന്ന ദൗത്യം ശിഷ്യന്മാർ വഴിയായിട്ട് കൈമാറ്റപ്പെടുന്ന ഒരു തുടക്കമാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ സാധിക്കും. അത് പ്രാക്ടിക്കൽ വർക്കാണ്. തിയറി വർക്ക് യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തിയിലെ ശിഷ്യന്മാര് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുകയാണ് യേശുക്രിസ്തുവിന്റെ നാമം. അതാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ തീം നമുക്കറിയാം, ദ സെൽഫ് ഗീവിംഗ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ ഏർലി ചർച്ച്. പ്രൈസ് ദി ലോർഡ്. ആദിമ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും അടയാളത്താലും പ്രവർത്തിച്ച് കർത്താവിന്റെ വചനം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വസ്തതയിൽ സഭയെ വളർത്തുവാനായിട്ട് ഇടവന്നു. അപ്പോസ്തല പ്രവൃത്തികൾ വഴിയായിട്ട് ജനങ്ങൾക്ക് വിശ്വാസം വളർത്തുവാനായിട്ട് ഇടവന്നു. അപ്പം ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ സ്ട്രക്ചർ എന്നെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ഈസ് ഡിവൈഡഡ് ഇൻടു 5 പാർട്സ്. 5 പാർട്ടായിട്ട് ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്കത് കാണാനായിട്ട് സാധിക്കും വായിക്കുവാണെങ്കിൽ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ the details Jesus commission. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം യേശുവിന്റെ നിയോഗത്തെ വിശദീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഫോക്കസ് ഓൺ അറൈവൽ ഓഫ് ദി സ്പിരിറ്റ് ആൻഡ് ബർത്ത് ഓഫ് ദ ചർച്ച്. അതുകൊണ്ട് ആക്ട്സ് 1 പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ദ കമ്മീഷൻ. അപ്പോസ്തല പ്രവൃത്തി 2-7 2-7 ഇതിൽ പറയുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും. ദി സെയിം വിൽ ബി പ്രീച്ചിങ് ഇൻ ഇംഗ്ലീഷ് ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 2-7 പറയുന്നത് ഫോക്കസ് ഓൺ ദ അറൈവൽ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ബർത്ത് ഓഫ് ദ ചർച്ച്. ഇതിൽ പറയുന്നത് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2-7 പറയുന്നത് ആത്മാവിന്റെ വരവിലും സഭയുടെ ജനനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് സ്ട്രക്ചറാണ്. ഇത് 5 സ്ട്രക്ചറുകളുള്ളതിൽ 1, 2, 3, 4, 5, 6 സ്ട്രക്ചറുള്ള രണ്ടാമത്തെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ സ്ട്രക്ചർ പറയുന്നത് ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 8-12 പറയുന്നത് ഡിസ്ക്രൈബ് ലൈഫ് വിതിൻ ജീസസ് മൂവ്മെന്റ്. പ്രൈസ് ദി ലോർഡ്. അതിൽ മൂന്നാമത്തെ പറയുന്നത് യേശു പ്രസ്ഥാനത്തിലുള്ള ജീവിതം വിവരിക്കുന്നു. യേശു കുറിച്ചുള്ള ജീവിതം വിവരീകരിക്കുന്നു. അത് പറയുന്നത് ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 8-12 ഇതിൽ പറഞ്ഞാൽ. ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 13-20 പറയുന്നത് റിക്കൗണ്ട് ദ മിഷൻ ഓഫ് ദ ചർച്ച്. അപ്പോസ്തല പ്രവൃത്തി 13-20 സഭയുടെ ദൗത്യം വിശദീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 21-28 പറയുന്നത് വെച്ചാൽ അപ്പോസ്തലനായ പൗലോസിന്റെ അറസ്റ്റോടെ ഇത് അവസാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് പറഞ്ഞത് ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 21-28 വിത്ത് പോൾസ് അറസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ആസ് ഐ സെഡ് ഇതാണ്. അപ്പോൾ ഇത് സെയിം ഇംഗ്ലീഷ് തന്നെ പറയുന്നതായിരിക്കും. മലയാളത്തിൽ നിന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ ബൈബിൾ സ്റ്റഡിയിൽ പ്രൈസ് ദി ലോർഡ് പറയുന്നത് അത് നമുക്ക് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു അത് ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതപ്പെട്ടെന്ന് രേഖകൾ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് AD 60 പ്രൈസ് ദി ലോർഡ് എഴുതപ്പെട്ട വർഷം AD 60 70 ഇടയ്ക്കാന്ന് രേഖകൾ പറയുന്നു. പിന്നീട് പറയുന്നത് 70 90 ഉള്ളിലായിട്ടാണ് പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഗ്രീക്കിൽ എഴുതപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു.
അപ്പോസ്തലരുടെ പ്രവൃത്തിയുടെ പുസ്തകം. പ്രൈസ് ഹല്ലേലൂയ. അതിന്റെ കോൺടെസ്റ്റ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജെറുസലേം, യോദിയ, സമരിയ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യ ചുറ്റുമുള്ള അധിനിവേശ പ്രദേശങ്ങളിലും അതുപോലെ ഇത് പറയുന്ന ഇത് ഇതിന്റെ കോൺടെസ്റ്റ് എന്ന് വെച്ചാൽ ജെറുസലേം, യഹൂദിയ, സമരിയ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യത്തിന്റെ ചുറ്റുമുള്ള അധിനിവേശ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഏഷ്യ മൈനറിലും ഒന്നാം നൂറ്റാണ്ടിൽ 30-60 AD പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അത് 30 to 60, 60 to 90 ഇടയിലാണ് ഇത് രചിക്കപ്പെട്ടെന്ന് കണക്കാക്കപ്പെടുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതിന്റെ തീമുകൾ നമ്മൾ പറഞ്ഞു, മെയിൻ തീമുകൾ പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പ്രൈസ് ലോർഡ്. യേശുവിന്റെ വിടവാകൽ വേണം. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇസ്രായേലിലേക്കും ജനതകളിലേക്കും തുടരുന്ന പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി പറയുന്നു. ആദിമ സഭയ്ക്ക് സ്വയം നൽകുന്ന വിശ്വസ്തത പറയുന്ന സെൽഫ് ഗീവിംഗ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ ഏർലി ചർച്ചസ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഗിവൺ ടു ദ ഹ്യൂമൻ ബീങ്സ്. അതാണ് കീ തീംസ് പറയുന്നത്. സെക്കൻഡ് കീ തീംസ്, ജീസസ് ഓൺഗോയിങ് മിഷൻ ടു ഇസ്രായേൽ ആൻഡ് ദ നേഷൻസ് ആഫ്റ്റർ ദ ഡിപ്പാർച്ചർ. തേർഡ് തീം പറയുന്നത് the self-giving faithfulness of the early church. Praise the Lord. And the structure ഞാനിപ്പോൾ പറഞ്ഞു. In the structure പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കമ്മീഷൻ, യേശുക്രിസ്തുവിന്റെ നിയോഗത്തെ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ അപ്പോസ്തലപ്രവൃത്തി 2-7 വാക്യങ്ങൾ പറഞ്ഞ് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2-7 പറഞ്ഞ ആത്മാവിന്റെ വരവിൽ സഭയുടെ ജനനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് ഈ ചാപ്റ്ററുകളിൽ സംസാരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 8-12 പറയുന്ന ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8-12 പറയുന്നത് യേശു പ്രസ്ഥാനത്തിലുള്ള യേശുക്രിസ്തുവിലുള്ള ജീവിതം വിശദീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13-20 11 തൊട്ടുള്ള 20 വഴിയുള്ള അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി സഭയുടെ ദൗത്യം വിശദീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 21-28 വാക്യം പറയുന്ന ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 21-28 പൗലോസിന്റെ അറസ്റ്റോടെ ഇത് അവസാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ തുടക്കം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് 10 മിനിറ്റോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. തുടർമാനമായിട്ട് ഓരോ ദിവസവും കണ്ടീഷനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു. 1-2 ബൈബിൾ വാക്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 1-2 വാക്യങ്ങൾ പറയുന്നത് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1:2 പറയുന്നത് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് ആദ്യ അപ്പോസ്തലപ്രവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പ്രാക്ടിക്കൽ വർക്ക് ചെയ്തു കൊടുത്തു. യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്കറിയാം 16 അധ്യായത്തിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടും. ജെറുസലേമിലും യൂദയിലും സമരയിലും ലോകത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ കർത്താവിന് സാക്ഷ്യമായിരിക്കുമെന്ന കർത്താവിന്റെ വചനം പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് അതിനെക്കുറിച്ച് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1-2 സെന്റൻസുകൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റെഫറൻസ് പറയുന്നത് വെച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 14-11 ബുക്ക് ഓഫ് ഗോസ്പൽ ജോൺ, നോട്ട് അപ്പോസ്തലപ്രവൃത്തി, ഗോസ്പൽ ജോൺ ചാപ്റ്റർ 14-16 ഇത് പറഞ്ഞു വെച്ചാൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനായിരിക്കും. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 14-16 ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്യം പറയുന്നത് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നോ. പ്രൈസ് ലോർഡ്. അതാണ് കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിനെ കർത്താവ് ഓൾറെഡി യോഹന്നാൻ സുവിശേഷങ്ങളിൽ കർത്താവിന്റെ പരസ്യജീവിത കാലത്തുള്ള പരിശുദ്ധാത്മാവ് കർത്താവ് അപ്പോസ്തലന്മാരോട് പ്രൈസ് ലോർഡ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തെക്കുറിച്ചും ശിഷ്യന്മാരോട് സംസാരിച്ചിരുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നമ്മൾക്ക് ഈ അപ്പോസ്തലന്മാർക്ക് ആദിമ നൂറ്റാണ്ടിൽ കർത്താവ് കൊടുത്തിരിക്കുന്ന അതേ കമ്മീഷൻ നമുക്കും തരുവാണ്ട് ആഗ്രഹിക്കുന്നു. അപ്പം അത് വിശ്വസിക്കുന്നവരാരെ അടയാളം നടക്കും. അവരെൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, മാരകമായി എന്ത് കുടിച്ചാലും അവർക്ക് ഒന്നും സംഭവിക്കത്തില്ല, അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ദൈവം മക്കൾക്കുള്ള ഗ്രേറ്റസ്റ്റ് കമ്മീഷനാണ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരുന്നത്.
അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം വെറുതെ ഒരാൾക്ക് വായിക്കാൻ പറ്റത്തില്ല. അത് വായിച്ച് വായിക്കുവാണെങ്കിൽ മനസ്സിലാക്കി വായിക്കണം. കർത്താവ് പുതിയൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് തരും. ഈ അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 28 അധ്യായവും കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കർത്താവ് നിങ്ങളായിരിക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വേറെ തലത്തേക്ക് ഉയർച്ചു തരും. ചില ആൾക്കാർക്ക് അന്യഭാഷ സംസാരിക്കാൻ പറ്റും. ചില ആൾക്കാർ പുതിയ റെവലേഷൻസ് കിട്ടും. Praise the Lord. ഭാഷാപരമുള്ള ആൾക്കാർക്ക് പുതിയ ലെവലിലേക്ക് പുതിയ ഭാഷകൾ സംസാരിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അസാധാരണമായിട്ട് നമ്മുടെ ടെറിട്ടറികളെ കർത്താവ് വിശാലമാക്കും. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി. ശിഷ്യന്മാർ മൊത്തം അങ്ങനെയത്. ഒന്നുകൊണ്ട് ബൈബിളാക്കി വായിക്കേണ്ട ആയിരിക്കും. നമുക്ക് ചാപ്റ്റർ 1:2 ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 1:4 പറയുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനോട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. ശിഷ്യന്മാർ പേടിച്ചിരുന്ന ശിഷ്യന്മാർക്ക് പുതിയൊരു ഡയറക്ഷൻസ് കൊടുക്കുന്നു. പോകുന്ന വഴികളെ കുറിച്ച് പറയുന്നു. ആയിരിക്കേണ്ട നിങ്ങൾ ഏത് രീതി ചരിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ശിഷ്യന്മാർ അതേപോലെ അനുസരിക്കുന്നു. ആദിമ സഭയിൽ നമുക്കറിയാം അനുസരിക്കുന്നവരായിരുന്നു ശിഷ്യന്മാർ. അപ്പൊ ഇന്നും ദൈവവേലയെ അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് കർത്താവ് 120 പേര് മാളിക മുറിയിൽ കൂടിയപ്പോൾ അവരെല്ലാവർക്കും ഒരേപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് വന്നു. ഒരേപോലെ ദൈവവചനത്തിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരിലേക്ക് വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു. കർത്താവിന്റെ വൻ കാര്യങ്ങൾ അവർ പ്രഘോഷിച്ചു. ഇത് പറഞ്ഞാല് യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. യോഹന്നാൻ അപ്പൊ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു സ്നാനം ഏൽക്കുന്ന യോഹന്നാന്റെ അടുത്ത് നിന്ന് സ്നാനം ഏൽക്കുന്നു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം ഏൽക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി യേശുക്രിസ്തുവിന്റെ മുകളിൽ വന്ന്, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞിരുന്നു. ആ യോഹന്നാൻ കണ്ടു, അത് വിശദീകരിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം സുവിശേഷത്തിലുണ്ട്. ഞാൻ വലിയ സ്നാനത്തെക്കുറിച്ച് നമുക്കറിയാം, സുവിശേഷത്തിലുണ്ട്. യോഹന്നാൻ മാനസാന്തര സ്നാനം കൊടുത്തിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്ത യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിന് സ്നാനം കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ്. സ്നാനത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറയുമ്പോൾ സുവിശേഷങ്ങളിൽ കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സുവിശേഷങ്ങളിൽ കർത്താവ് ചെയ്യുന്ന തിയറി വർക്കാണ് നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, രാജമാണി ഗോഡ് ബ്ലസ് യു. അപ്പം നമുക്കറിയാം ബൈബിൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഉൽപ്പത്തി തുടങ്ങിയുള്ള പുസ്തകങ്ങൾ നമ്മൾ ചിലപ്പോൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ പുസ്തകങ്ങൾ മൊത്തം ഒന്നിനോടൊന്ന് ഓരോ വാക്യങ്ങൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഉണർവിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അപ്പോസ്തല പ്രവൃത്തി വായിക്കും. ഞാനൊക്കെ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ഫസ്റ്റ് സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തോരം തടസ്സം എനിക്ക് ഉണ്ടായെന്നറിയാം. ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നറിയാം, എന്തോരം തടസ്സം ഉണ്ടായെന്നറിയാം. അപ്പം അതേപോലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായി ജീവിതത്തിൽ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിശാചിനറിയാം അനേകം ആൾക്കാർ ഉയർച്ചയിലേക്ക് വരും, അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരും, അനേകം ആൾക്കാർ മാനസാന്തരത്തേക്ക് വന്ന് കർത്താവിന്റെ വചനത്തിൽ ശക്തിപ്പെടും. അതാണ് സാത്താനിക കൊട്ടരത്ത് ഇറക്കാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു വ്യക്തതയാണ്. ഞാൻ കർത്താവിനോട് എന്റെ പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനോട് പറഞ്ഞു, ഇവാഞ്ചിച്ച് റെയിൻകാർഡ് ബോംഗേനെ കാണിച്ചത്. ഹല്ലേലൂയ. കർത്താവ് ഗ്രേറ്റസ്റ്റ് കമ്മീഷൻ ആയമാൻ അപ്പോസ്തല ലീഡറായിട്ട് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാണ് കർത്താവ് ഭയം പോഷിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകളെ എൻകറേജ് ചെയ്യേണ്ട കർത്താവിനെ നിയോഗിച്ചിരിക്കുന്നു, വ്യക്തികളെ എൻകറേജ് ചെയ്യേണ്ടത് നിയോഗിച്ചിരിക്കുന്നു, സുവിശേഷ വേല ആയിരിക്കുന്ന ആൾക്കാരെ ശക്തിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു, ദേശങ്ങൾക്ക് ഉണർവിന് വേണ്ടി എന്നെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നു, കർത്താവ് എന്നെ നിയമിച്ചാക്കിയിരിക്കുന്നു, രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയ ചെറിയ പ്രദേശങ്ങളുടെ ഉണർവിന് വേണ്ടി കർത്താവിനെ അപ്പോയിന്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ വചനം പറയുമ്പോൾ അനേകം ആൾക്കാരെ കർത്താവ് ടച്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇത് തുടർമാനമായിട്ട് മുടങ്ങാതെ കാണുവാനായിട്ട് എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് നമ്മൾ നാളെ തൊട്ട് സംസാരിക്കും. 28 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എടുത്ത് മലയാളം എടുക്കും. ഒരു ദിവസം ഇംഗ്ലീഷും ഒരു ദിവസം മലയാളമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അല്പസമയം കൊണ്ടെടുക്കും. സമയം പോലെ തന്നെ.
ബാക്കി ദിവസങ്ങൾ വേറെ സബ്ജക്റ്റിനെ കുറിച്ച് പിന്നെ വേറെ 2 സെക്ഷൻ വെച്ച് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിൽ. അങ്ങനെയാണെങ്കിൽ ഗോസ്പൽ റിവ്യൂവിലും കണ്ടിന്യൂസ് പോകാൻ പറ്റും, ഈ ബൈബിൾ സ്റ്റഡി ഒരു വഴിക്ക് പോകാനായിട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലപ്രവൃത്തി 1:8 ബുക്ക് ആക്ട് ചാപ്റ്റർ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരയിലും ഭൂമിയിലും അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞ ശേഷം അവൻ ആരോപണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അപ്പോസ്തലപ്രവൃത്തി കർത്താവ് ഡയറക്ഷൻ കൊടുത്തു എന്തൊക്കെ ചെയ്യണം. അപ്പോസ്തലപ്രവൃത്തി ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി എഴുതിയത് ലൂക്കോസ് ആണ് എഴുതിയത്. പ്രൈസ് ലോർഡ്. അത് AD 60-70 അടയ്ക്കാന്ന് പറയപ്പെടുന്നു. പിന്നെ ചിലർ പറയുന്ന ചരിത്രകാരൻ പറയുന്ന 70-നും 90-ക്കും അടയ്ക്കാന്ന് പറയുന്നു. അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് പറയുന്നു. അതിന്റെ തീമിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ തീമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ കോൺടെസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആദിമസഭയുടെ കർത്താവ് വരുന്ന വിശ്വസ്തത, യേശുക്രിസ്തുവിന് വിടരാമെങ്കിൽ യേശു ഇസ്രായേലിലേക്ക് ജനതകളിലേക്കും തുടരുന്ന ദൗത്യം, ആ രക്ഷാ ദൗത്യം, ഇതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി പറയുന്നു. സ്ക്രിപ്ചറിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. യേശുവിന്റെ നിയോഗത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 1-ാം യേശുക്രിസ്തുവിന്റെ നിയോഗത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 2-7 ആത്മാവിന്റെ വരവിലും സഭയുടെ ജനനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോസ്തലപ്രവൃത്തി 8-12 8-12 പറയുന്നത് ബുക്ക് ഓഫ് ആക്ട്സ് യേശു പ്രസ്ഥാനത്തിലുള്ള യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി വിശദീകരിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 13-20 സഭയുടെ ദൗത്യം വിശദീകരിക്കുന്നു. പ്രൈസ് ലോർഡ്. ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 21-28 21 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, ആദ്യങ്ങൾ അധ്യായങ്ങൾ പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ അറസ്റ്റോടെ അത് അവസാനിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ തുടർമാനമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. ദിവസവും ഓരോന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും ഇംഗ്ലീഷ് മലയാളം എടുക്കണം. അങ്ങനെ ഒരു ദിവസം ഇംഗ്ലീഷ്, ഒരു ദിവസം മലയാളം വെച്ചെടുക്കാനായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഷെയർ ചെയ്യാം. പ്രൈസ് ലോർഡ്. 1 മണിക്കൂർ 45 മിനിറ്റുകളിൽ എടുക്കാണ്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടായിരുന്നു. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസത്തോടെ കർത്താവ് സ്തോത്രം. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിനെ പ്രാർത്ഥിക്കും. ഇന്ന് ഈ ഇൻട്രൊഡക്ഷൻ എടുത്തത് അപ്പോസ്തലപ്രവൃത്തി ഇൻട്രൊഡക്ഷൻ എടുത്തത് കർത്താവ് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള കൃപയും ശക്തിയും പരിശുദ്ധാത്മാവ് തരുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ഓർത്ത് കർത്താവിനെ ബ്ലസ് ചെയ്യുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഈ വചനം കേൾക്കുമ്പോൾ അനേകം ആൾക്കാർക്ക് ഉണർവ് കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മ ശക്തി നിറയാനുള്ള കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. എവിടേക്ക് കർത്താവിന്റെ വചനത്തെ വിട്ട ആൾക്കാർ പോയിട്ടുണ്ടോ, അവർ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വന്ന് വീണ്ടും ഈ ദൈവത്തെ ആരാധിക്കാനും അതേപോലെ തന്നെ ഈ കർത്താവിന്റെ വേലി ശക്തിപ്പെടുവാനുള്ള കരോടുക്കുന്നത് കർത്താവിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ബൈബിൾ കോളേജ്, ശക്തി നേഷൻസ് UK ബൈബിൾ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വാട്സാപ്പ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പേഴ്സണലായിട്ട് ബൈബിൾ സ്റ്റഡി ജോയിൻ ചെയ്യുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇന്റർനാഷണലി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.